ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ അയില പച്ചക്കറി വെച്ചാലും മാങ്ങ ഇട്ട പച്ചക്കറി. അപ്പം നല്ല വിളഞ്ഞ അയിലയാണ്. നമുക്ക് നല്ലതുപോലെ ഒരു അയില രണ്ടായിട്ട് കട്ട് ചെയ്ത്, അപ്പോൾ അത് പീസ് ചെയ്ത് നമ്മൾ മാങ്ങ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ, പച്ചമുളക്, ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് കാണിക്കും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അയിലേക്ക് നല്ല പച്ചക്കറി വെക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഞാൻ പച്ചമുളക് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഏരിയയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി. ഇത് നല്ലതുപോലെ നമ്മുടെ പേസ്റ്റ് പോലെ അരയ്ക്കണം. പിന്നെ കടുക് വറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ ഇതിന് പുളിക്ക് പകരം ഞാൻ ഉപയോഗിക്കുന്നത് മാങ്ങയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിഴുപുളിയോ അല്ലെങ്കിൽ ഈ പിന്നെ കുടംപുളിയൊക്കെ ഉപയോഗിക്കും. ഞാൻ നല്ല പച്ചമാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിട്ട് നല്ല നാടൻ മാങ്ങയിട്ട പച്ചക്കറി. ഓക്കെ, നമുക്കിത് അരച്ചുകൊണ്ട് വരാമേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മീൻകറിക്ക് വേണ്ടി മൺചട്ടിയാണ് എടുക്കുന്നത്. അത് അടുപ്പിൽ വെച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ടു. ഇനി കറിവേപ്പിലയും കൂടെ ഇടാമേ. ഹായ് ഫ്രണ്ട്സ്, അവിടെ കടുകെല്ലാം പൊട്ടി. ഇനി നമുക്ക് ഈ കറിവേപ്പില ഇടാമേ. അത് കഴിഞ്ഞ് ഇനി ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇടാം. ഇളക്കാമേ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ഉള്ളി നല്ലോണം നോക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് പിന്നെ ഉലുവ വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ഉലുവ ഇടാത്തതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് പൊടി ആഡ് ചെയ്യാമേ. മുഴുവനും ഉലുവ ഞാൻ നേരത്തെ കടുക് പൊട്ടിക്കാത്ത ആഡ് ചെയ്യാത്തത് കുറച്ച് ഉലുവ പൊടി ഇതിനകത്ത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഉള്ളിയെല്ലാം വാടി കഴിഞ്ഞ് നമുക്ക് ഈ മാങ്ങ അങ്ങോട്ട് ഇടാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചേക്കുമല്ലേ മറ്റത്. അപ്പം ഈ മാങ്ങ ജസ്റ്റ് ഒന്ന് കിടന്ന് വാടട്ടെ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പുളിയിടാം. ജസ്റ്റ് ഒന്ന് വാടിയിട്ട് നമുക്ക് അരപ്പിടിയോ അല്ലെങ്കിൽ മീനിടുകയോ ചെയ്യാം. ഓക്കെ, ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതൊന്നിടന്ന് വഴറ്റി മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പെടുക്കാം. അരപ്പ് അധികം വേവില്ലല്ലോ. അപ്പോൾ ഒന്ന് മൂടിപ്പൊത്തി വെക്കട്ടെ. ഞാനത് തക്കാളി ഇടുന്നില്ല, പുളി ഇടുന്നില്ല. അതിന് വരെ ഈ മാങ്ങ ഇടുന്നത് കേട്ടോ. ഞാൻ ഇതിനകത്തോട്ട് ഈ അയില കഷ്ണങ്ങൾ പറക്കിയിടുവാണേ. അപ്പോൾ ഇതിനകത്ത് കിടന്ന മാങ്ങയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് എത്തിക്കട്ടെ. തീ കുറച്ചിട്ടോണേ. ജസ്റ്റ് ഒന്ന് ഇളക്കിയത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ മിക്സി കഴിയ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ലാസ്റ്റിൽ അരപ്പൊഴിക്കാം. അപ്പോൾ ഇത് മാങ്ങയും ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരപ്പെടുക്കാം കേട്ടോ. എല്ലാം നമ്മുടെ അരപ്പല്ല നമ്മുടെ ഈ മിക്സി കഴിയ വെള്ളമെല്ലാം തിളച്ച്. അപ്പോൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് ഈ എന്തോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മാങ്ങയുടെയൊക്കെ ഇറങ്ങി മാങ്ങയൊന്ന് വെന്ത് കണ്ടോ. മാങ്ങ കാണിക്കണ്ട വെന്തു. ഇനി നമുക്ക് എന്താ ചെയ്യണം, അരപ്പൊഴിക്കാം. അരപ്പിന് വലിയ വേവില്ലല്ലോ, തേങ്ങ അരച്ചതല്ലേ. അതോടെ അഴിച്ചിട്ട് 2-3 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് നമുക്ക് എടുക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നല്ല അയില പച്ചക്കറി, മാങ്ങയിട്ട പച്ചക്കറി ലാസ്റ്റ് ഘട്ടമായി. നമ്മുടെ എണ്ണ തെളിയുന്നതാണ് പാകം. ഇത് കറക്റ്റ് ഒരു 9 മിനിറ്റ് എടുത്ത് കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു, 9 മിനിറ്റ് എടുത്ത്. അപ്പോൾ ഇനി ഇരുന്ന് തന്നെ കുറച്ചുകൂടെ കുറുകും. അപ്പം ഇതാണ് നമ്മുടെ പാകം. ഇത് നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മുളക് പൊടി അധികം ചേർക്കാത്ത ഞാൻ 2 മുളക് കൂടെ കീറിയിട്ട് ഈ മുളക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നാൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടേ,
ഇതാണ് എൻ്റെ പാകം. അപ്പം നമ്മുടെ നല്ല നാടൻ അയില പച്ചക്കറി, മാങ്ങയിട്ട പച്ചക്കറി അപ്പം ഫൈനൽ ഘട്ടത്തിലേക്കായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വെച്ച് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.